ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇല്ലേ? ഈ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഇല്ലേ? അങ്ങ് കേൾക്കുന്നേ, അങ്ങ് ബഹളം വെക്കാതിരിക്കുക. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അരുണിന് പരിഹാസമാണോ ആവശ്യം, വസ്തുതാപരമായി എന്തെങ്കിലും ചർച്ച ചെയ്യലാണോ ആവശ്യം? പരിഹസിക്കാനാണെങ്കിൽ അതേപോലെ ഞാൻ അറിയാത്ത ആളൊന്നും ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ ജില്ലക്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. അറിയാത്ത ആളൊന്നുമല്ല. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ട് ആവണ്ട. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ട് ആവണ്ട. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ടായി കളിക്കണ്ട. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇതാണ് പ്രശ്നം. എം ആർ അജിത് കുമാറിന് പൂമാലയിടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പൂമാലയിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ പൂമാല ഞങ്ങൾ സ്വീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് റഹീം. നിങ്ങൾ പൂമാലയിട്ടാൽ അന്ന് തീരും. നിങ്ങൾ പൂമാല ഇടരുത്, അത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഭരണകക്ഷിയുടെ പൂമാല സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞങ്ങൾക്ക് വേണ്ട ഉത്തരമാണ്. ഉത്തരം കൊണ്ട് മാല കിട്ടിക്കൊള്ളു. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു ഏറ്റുമുട്ടല വേണ്ട. അരുൺ നിങ്ങൾക്ക് പൂമാല നല്ല മരക്കഷ്ണത്തിൽ പൊതിഞ്ഞ് നിങ്ങളുടെ കഴുത്തിലിട്ട് തരും. നിങ്ങൾ ആ പൂമാല വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരാ. അതെ കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഞാൻ മറുപടി പറയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ പോലും കഴിയാതെ മുഖ്യമന്ത്രി ദുർബലനായിരിക്കുന്ന മുഖ്യമന്ത്രി അത് കേസെന്ന് പറയുന്ന PR ഏജൻസിക്ക് കൊടുത്താൽ മതി. അങ്ങ് കേൾക്ക്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞങ്ങൾക്ക് കേസർ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല. മനസ്സിലായല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരാൾക്കും പൂമാലയും കൊടുത്തിട്ടില്ല, കരാറും കൊടുത്തിട്ടില്ല. പക്ഷെ അരുണ് മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറത്തിനും ഒരു ചരിത്രമുണ്ട്. അതിൽ നിന്ന് മറച്ചൊന്നും പറയണ്ട. ചോദ്യം ഈ TD സുബ്രഹ്മണ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കാൻ എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? അങ്ങൊന്ന് വിശദീകരിക്കൂ. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. TD സുബ്രഹ്മണ്യത്തിന് ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാങ്ങിക്കൊടുക്കാൻ എന്ത് ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിനുള്ളത്? ചർച്ച നല്ല നിലയിൽ പോവുകയായിരുന്നു. അതിനിടയിൽ അരുണിന്റെ ഓവർ സ്മാർട്ട് കാണിച്ചിട്ടൊരു പരിഹാസം. ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ല, ഞാനത് വിശദീകരിക്കാലോ. നമ്മളൊരു ചർച്ചയിൽ ഞാനാണ് ഏറ്റവും ക്യാമറ എന്ന് ഞാനും കരുതണ്ട, അരുണും കരുതണ്ട. അത് നമ്മളാരും കരുതണ്ട. രാജു പി നായരും കരുതില്ല. അപ്പുറത്ത് കോട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളാണ് ക്യാമൻ എന്ന് കരുതരുത്. കാലങ്ങളായി ചില വിഷയങ്ങൾ ഒരുമിച്ചും സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും എന്തിനാണ് ഇത്ര അസ്വസ്ഥത? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്റെ ചോദ്യത്തിന് മുന്നിൽ അസ്വസ്ഥരാവുന്നത് നിങ്ങൾ എതിർത്തോ, പക്ഷെ പരിഹാസം പാടില്ല. നിങ്ങളുടെ പരിഹാസ സ്വരങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നവരല്ല CPMന്റെ പ്രതിനിധി. ആ സ്റ്റേറ്റ്മെന്റേ ഉള്ളതിൽ കഴിഞ്ഞു. ഞാൻ അതിലേക്ക് പോവാണ്. പരിഹസിക്കുന്ന തിരിച്ചതുപോലെ പറയും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.